ശരിക്കും സൈക്കോളജിസ്റ്റിന് മനസ്സ് വായിക്കാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പലരും അഭിമുഖീകരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് സൈക്കോളജി പഠിച്ചവർ, സൈക്കോളജി പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ, ചിലപ്പം ഡിഗ്രി ആയിരിക്കും, +2 കഴിഞ്ഞ് നിങ്ങൾ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങൾ PhD കഴിഞ്ഞവരായിരിക്കും സൈക്കോളജിയിൽ. ചിലപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ വരാം. മറ്റുള്ളവർ നിങ്ങളോട് ചോദിക്കാം, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? സൈക്കോളജിസ്റ്റിന് മനസ്സ് വായിക്കാൻ പറ്റുമോ? സൈക്കോളജിസ്റ്റിന് ശരിക്കും മനസ്സവർ വായിക്കുകയല്ല, അവർ നമ്മുടെ ബിഹേവിയർ, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മുടെ ബോഡി ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവും. അതേപോലെ മനസ്സ് വായിക്കുന്നതിലുപരി സൈക്കോളജി ലാബുകളുണ്ട്. സൈക്കോളജി ലാബുകളിൽ ടെസ്റ്റുകളുണ്ട്, എക്സ്പീരിമെൻറ്റുകളുണ്ട്. ഇതുവഴി നമ്മുടെ സ്വഭാവത്തിൻ്റെ പല കാര്യങ്ങളും പഠിക്കാൻ സൈക്കോളജിസ്റ്റിന് കഴിയും. അത് മെയിനായിട്ട് നമ്മളെ കാണുമ്പം സൈക്കോളജിസ്റ്റിന് നമ്മുടെ മനസ്സ് വായിക്കാൻ പറ്റുമോ എന്നതിൽ കാണുമ്പം കൂടുതലും അവർ ബോഡി ലാംഗ്വേജാണ് മനസ്സിലാക്കുന്നത്. എക്സാമ്പിൾ, ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ആൾ, ഒരു ടെൻഷനുള്ള ആൾ, ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ആൾ എന്ത് ചെയ്യും? അവരുടെ കോളറിൽ പിടിക്കും, ഇല്ലെങ്കിൽ അവർ സ്വെറ്റ് ചെയ്യും സംസാരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്ന ആൾ ചെവിയിൽ തൊടും, ഇല്ലെങ്കിൽ കോളറിൽ പിടിക്കും, ഇല്ലെങ്കിൽ അവർക്ക് അനങ്ങാതെ നിൽക്കാൻ പറ്റത്തില്ല, എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. പക്ഷെ അവർ കീനായിട്ടുള്ള ഒബ്സേർവ് ചെയ്യുന്ന ആൾക്കാരാണ്, കീനായിട്ട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരൊത്തിരി ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുന്നു. ബോഡി ലാംഗ്വേജിനെ പറ്റിയും നമ്മുടെ മനസ്സിനെ പറ്റിയും, നമ്മൾ തിങ്ക് ചെയ്യുന്നത്, നമ്മൾ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഒത്തിരി ഒബ്സേർവ് ചെയ്തിട്ടാണ് അവർ കൺക്ലൂഷനിലേക്ക് വരുന്നത്. അപ്പോൾ സൈക്കോളജിസ്റ്റിന് മനസ്സ് വായിക്കാൻ പറ്റുമോ?